നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പി അൻവറിൻ്റെയും അൻവറിൻ്റെ സഹപ്രവർത്തകരുടെയും വീടുകളിലും ഓഫീസുകളിലുമെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയാണ്. KSF-ൽ നിന്നും അൻവർ എടുത്ത 13 കോടി രൂപയുടെ വായ്പ ദുരുപയോഗം ചെയ്തു എന്ന ഒരു വിജിലൻസ് അന്വേഷണത്തെ തുടർന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടങ്ങിയത്. എന്നുവെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമൊക്കെ റെയ്ഡ് ചെയ്യണമെങ്കിൽ കുറഞ്ഞതൊരു 3 മാസം അതിനെ അവർ റഡാറിൽ വയ്ക്കും. അങ്ങനെ അൻവർ EDയുടെ റഡാറിൽ എപ്പോഴാണ് വന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 4 മാസവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 2 ആഴ്ചയും മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്തിനാണ് അൻവറിൻ്റെ കുത്തിന് കയറി ED പിടിച്ചത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു സ്ഥാപനത്തിന് നേരെ, ഒരാൾക്ക് നേരെ നീങ്ങണമെങ്കിൽ അത് അമിത്ഷായും BJPയുടെ കേന്ദ്ര നേതൃത്വവും അറിഞ്ഞു തന്നെയാകും. അല്ലാതെ ED ഒരാളുടെ നേരെയും തിരിയില്ല. എന്തുകൊണ്ടാണ് അൻവറിനെ ED നോട്ടമിട്ടത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ പിണറായി വിജയനും CPM-നുമെതിരെ ഉയർത്താൻ സാധ്യതയുള്ള ചില കടുത്ത ആരോപണങ്ങളുണ്ട്. അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവതരമേറിയ മറ്റു ചില ആരോപണങ്ങളും അൻവറിൻ്റെ കയ്യിലുണ്ട്, അൻവറിൻ്റെ ആവനാഴിയിലുണ്ട്. അൻവറിൻ്റെ ആവനാഴിയിലുള്ള ചില അസ്ത്രങ്ങളെ നിർവീര്യമാക്കാനുള്ള BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു തന്ത്രപരമായ നീക്കമാണോ ഈ ED റെയ്ഡ്? പിണറായി വിജയനെ അല്ലെങ്കിൽ CPM-നെ ഭരണത്തിൽ നിന്ന് കളയാൻ തക്ക ശേഷിയുള്ള ചില ആരോപണങ്ങളാണ് അവയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പിണറായി വിജയൻ, ADGP അജിത് കുമാർ, അവരുടെ RSS ബന്ധം അല്ലെങ്കിൽ അവർ RSS നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യം, ഇത്തരം ആരോപണങ്ങളൊക്കെ അൻവർ പലതവണ ഉയർത്തിയിരുന്നു. മാത്രമല്ല, മലപ്പുറത്ത് സ്വർണം പിടിക്കുമ്പോൾ, സ്വർണ്ണക്കള്ളക്കടത്ത് പോലീസ് പിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കളികളെക്കുറിച്ചെല്ലാം അൻവർ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അൻവർ ചില വെടിപൊട്ടിക്കുമെന്നുള്ള കാര്യം പിണറായിക്കും BJPക്കും ഒരുപോലെ ഉറപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അൻവറിനെ നിർവീര്യമാക്കേണ്ടത് 2 പേരുടെ ആവശ്യമാണ്. അൻവർ ഈ ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടാൽ ഒരുപക്ഷെ CPM-നും പിണറായി വിജയനും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. CPM-നും പിണറായിക്കും തിരിച്ചടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ കേരളത്തിൽ UDF-ന് അത് പ്രയോജനം ചെയ്യുക എന്നാണ് അർത്ഥം. UDF-ന് അത് പ്രയോജനം ചെയ്യുക എന്നാൽ UDF കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാവുക എന്നാണ് അർത്ഥം. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും സമ്മതിക്കുമോ? അതിന് ആ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും രാഷ്ട്രീയ നേട്ടത്തിന് കാരണക്കാരനാകാൻ കഴിയുന്ന അൻവറെ അവർ വെറുതെ വിടുമോ? ഇതാണ് ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾ. അൻവറിനെ കൂച്ചിക്കൂട്ടി മൂലക്കിരുത്തുക എന്നൊരു തന്ത്രമാണത്രേ ഇപ്പോൾ BJP നേതൃത്വം പ്രയോഗിച്ചത്. അങ്ങനെയാണ് ED റെയ്ഡിനായി അവിടെ ചെല്ലുന്നത്. പല ബാങ്കുകളിൽ നിന്നും മറ്റും വായ്പ എടുത്ത് പലതും ദുരുപയോഗം ചെയ്യുന്ന പല ആളുകളും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഉണ്ട്. അവരുടെ പുറകെയൊന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോകുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അനങ്ങുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അൻവറിനെ പൂട്ടുക എന്ന രാഷ്ട്രീയ നിർദ്ദേശം ഡൽഹിയിൽ നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് അവർ അൻവറിന് നേരെ നീങ്ങിയത്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ആ നിർദ്ദേശം കൊടുത്തത്? BJPക്ക് ഏതായാലും കേരളത്തിൽ ഭരണത്തിലെത്താനൊന്നും കഴിയില്ല എന്ന് ഏത് കണ്ണുപൊട്ടനും അറിയാം. അത് മോദിക്കും അമിത്ഷായ്ക്കും കേരളത്തിലെ BJP നേതാക്കൾക്കും എൻ്റെ സർവോപരി ആളുകൾക്കും അറിയാം. അടുത്ത കാലത്തൊന്നും BJPക്ക് കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഭരണം പിടിക്കാൻ കഴിയുക 2 പേർക്ക് മാത്രമാണ്. ഒന്ന് പിണറായി വിജയനും മറ്റേ UDF-നും. UDF-ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ആയുധമാകാൻ പോകുന്ന, പ്രത്യേകിച്ച് മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ, വലിയ മുസ്ലിം വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ ആയുധമാകാൻ, രാഷ്ട്രീയ പ്രചരണ ആയുധമാകാൻ കഴിയുന്ന ചില ആരോപണങ്ങൾ ഈ പറയുന്ന അൻവറിൻ്റെ ആവനാഴിയിലുണ്ട് എന്ന് BJPയും CPM-ഉം ഒരുപോലെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അൻവറെ ഒന്ന് നിശബ്ദനാക്കി നിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ച് മുസ്ലിം പ്രദേശങ്ങളിലെല്ലാം LDF തുടച്ചു നീക്കപ്പെടും. അതൊഴിവാക്കാനും അൻവറിനെ നിശബ്ദനാക്കാനും അതുവഴി CPM-ന് വലിയ പരുക്കൊന്നും അൻവർ ഏൽപ്പിക്കാതിരിക്കാനുമുള്ള ഒരു തന്ത്രമായിരുന്നു ഈ ED റെയ്ഡെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. കാരണം അൻവറിനെ നിലക്കി നിർത്തിയാൽ, അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചാൽ
ഒരുപക്ഷെ പിണറായിക്ക് കയറിപ്പോരാൻ പറ്റും. അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളിൽ PV അൻവറിൻ്റെ ആരോപണം ചെലുത്തിയ സ്വാധീനം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ വടക്കേ മലബാറിലും മധ്യ മലബാറിലുമെല്ലാം CPM സ്ഥാനാർത്ഥികൾക്ക് ഒരുപക്ഷെ കയറിപ്പോരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് മുൻകൂട്ടി കണ്ട് PV അൻവറിനെ നിശബ്ദനാക്കുക എന്ന ഒരു പരിപാടിയുടെ അതൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ED റെയ്ഡ്. ആ ED റെയ്ഡ് നടന്നത് CPMന് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി തന്നെയാണെന്നാണ് ചില UDF നേതാക്കളും പറയുന്നത്.